പറഞ്ഞു വന്നത് സർപ്രൈസ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു പോയിട്ട്. ഇന്ന് പൊന്നിക്കരയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കട. അവിടെ പോയി ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. ഇറങ്ങിയിട്ട് ഇങ്ങനെ അവൾ ചോദിച്ചു ഇനി നമ്മൾ എവിടെ പോകും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ ഓൾറെഡി മറ്റേ ഗവിക്കുള്ള ബാഗ് പാക്ക് ചെയ്ത് വീട്ടിൽ വെച്ചേക്കാണ്. യു ഗൈസ് ഡോണ്ട് ബിലീവ്, ഇതെൻ്റെ രണ്ടാമത്തെ ഗവി പ്ലാൻ ആയിരുന്നു. ആദ്യം ഒരു തവണ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മുടങ്ങി. ബിക്കോസ് എനിക്ക് ട്രെയിനല്ല ബസ് മിസ്സായി. 11 o'clock എറണാകുളത്ത് നിന്ന് എടുക്കുമെന്ന് ChatGPT പറഞ്ഞു, കുമിളി ബസ്. അപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ എറണാകുളം എന്ന് പറയുന്നത് വൈറ്റിലെയാണ്. ഞാൻ വൈറ്റിലെ ഹബ്ബിൽ പോയി. ആൻഡ് ഇറ്റ് വാസ് എറണാകുളം. എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ കൂടെ പിടിച്ചു. എറണാകുളത്തെത്തി 11 മണിക്ക് രാത്രി. സോളോ ട്രിപ്പ് വിത്ത് മൈ ബാഗ്. ഞാനൊരു പുതിയ ബാഗൊക്കെ മേടിച്ചായിരുന്നു സോളോ ട്രിപ്പ് പോകാനായിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ബസ്സിങ്ങനെ എൻ്റെ ഫ്രണ്ട് കൂടെ പോയി. പിന്നെ എനിക്ക് എൻ്റെ മൂഡ് പോയി. അതിനെ ചേസ് ചെയ്ത് പിടിക്കാനുള്ള മൈൻഡൊന്നുമില്ല. പിന്നെ വണ്ടി ഇവിടെ വെക്കും, സ്ട്രെസ്സായി എനിക്ക്, വണ്ടി നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ വിട്ടു. നെക്സ്റ്റ് ബസ് അങ്ങനെ ഞാൻ എറണാകുളത്ത് പോയി തിരക്കിപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു 12 മണിക്ക് നെക്സ്റ്റ് കുമിളി ബസ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും അവരുദ്ദേശിച്ച മൂന്നാർ ബസ്സായിരുന്നു. അങ്ങനെ ഞാൻ 12 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തു. മൂന്നാർ ബസ് വന്നപ്പോൾ എൻ്റെ മൈൻഡ് പിന്നെ മാറി. എന്നാൽ മൂന്നാർ പോവാം, സോളോ ട്രിപ്പ് തന്നെയല്ലേ, എവിടെ പോകുന്നു എന്നുള്ളതിലല്ലല്ലോ, ജേണിയല്ലേ കാര്യം. അവിടെ ചെന്നപ്പോഴത്തേക്കും ബുക്കിംഗ് ഉണ്ട്, സീറ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. പിന്നെ എനിക്ക് ഓൾറെഡി മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു, തിരിച്ചു വന്നു. ജീവിതമേ വെറുത്ത്. കാരണം ഇത്രയും പ്ലാൻ ചെയ്ത് സോളോ ട്രിപ്പ് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ക്ലിപ്പും കൂടെ ഇവിടെ കൊടുക്കാം ഗൈസ്. കാരണം അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ അന്ന് പോകാനായിട്ട്. ദിസ് വീഡിയോ ഇസ് അബൌട്ട് മീ ഗോയിങ് ഗവി. ഗവി ഈസ് ആക്ച്വലി എ നൈസ് പ്ലേസ്. പക്ഷെ ഞാൻ വിചാരിച്ച ഭംഗിയൊക്കെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ഗോ സംവെയർ അലോൺ. ഒറ്റയ്ക്ക് പോയി എൻ്റെ വണ്ടിയിൽ പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അത്രയും ദൂരം ഐ ഡോണ്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. മേ ബി ആ ഒരു വഴിയൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. വല്ല ആനയങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഞാൻ ആനയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി ഓടും. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു റിസ്ക് എടുക്കണ്ട, ബസ്സിന് പോവാമെന്ന്. ട്രാൻസ്പോർട്ടേഷൻ ഈസ് ദി പ്രോബ്ലം. ഫസ്റ്റ് ടൈം അല്ലേ, ബസ്സിന് പോവാം. നെക്സ്റ്റ് ടൈം നമുക്ക് സ്കൂട്ടറിന് പോവാം. ഐ എം എ ബിറ്റ് കൺഫ്യൂസ്ഡ് ബിക്കോസ് ഞാൻ സോളോ ട്രിപ്പ് പോയിട്ടില്ല എന്നല്ല, ലൈക്ക് എറണാകുളം ഒറ്റയ്ക്ക് പോവാൻ, എറണാകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് പോകാനും വരാനും എല്ലാം അറിയാമായിരിക്കുമല്ലോ. ബട്ട് സ്റ്റിൽ ഇത്രയും രാവിലെയൊക്കെ എഴുന്നേറ്റ് പ്ലാൻ ചെയ്ത്, എഴുന്നേൽക്കാനൊന്നുമില്ല, ഇപ്പോഴേ ഇറങ്ങണം എനിക്ക് പോവുകയാണെങ്കിൽ. എനിക്ക് 11:30 എറണാകുളത്ത് നിന്ന് ബസ് ഉണ്ടാവും. ആൻഡ് 5:30 കുമിളി എത്തും. 5:30 കുമിളിയിൽ നിന്ന് ബസ് ഉണ്ടാവും. ഫസ്റ്റ് ബസ് ഐ തിങ്ക്. ഓ മൈ ഗോഡ്, ഭയങ്കര റഷ്, ഹറിബറി. ഇതിപ്പം നാളെ ഭൂമി അവസാനിച്ച് പോകത്തുണ്ടോ? And I think I should go. Yeah, I think I should go. Yeah. ഇപ്പോൾ ടൈം എത്ര മണിയായി? എത്ര മണിയായാലും നമ്മൾ പോകുന്നു ഗൈസ്. നിങ്ങളും എൻ്റെ കൂടെ പോരൂ, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. Let's go. Let's pack my bag. ഗവി പോകാൻ വേണ്ടി I bought a new cap and a new bag. I'm very expensive, you know. ഭയങ്കര റിഗ്രറ്റ് എനിക്ക്. Oh God, I'm so expensive. Oh, I'm spending a lot of money on a single trip. ഞാൻ വല്ല ഇൻ്റർനാഷണൽ ട്രിപ്പ് അങ്ങനെയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ
എൻ്റെ ട്രിപ്പിനേക്കാളും കോസ്റ്റ് എനിക്ക് എൻ്റെ സാധനങ്ങൾ മേടിക്കാനായിരിക്കും. എനിവേ നമ്മൾ പോണം. സം ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻസ്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലൊക്കെ ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കാണുമ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കും ഗൈസ്. നിങ്ങൾ ആ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് നോക്കൂ. സീരിയസ്ലി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നില്ല വിച്ച് മീൻസ് ഐ എം ഓഫ്ലൈൻ. അല്ലെങ്കിൽ ഞാൻ ഫോൺ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഏതെങ്കിലും കാട്ടിലോ മലയിലോ വല്ലതും ഉണ്ടാവും. ദാറ്റ്സ് ദി ഫാക്റ്റ്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയൊന്നുമില്ല. Should I go? Oh my god, I'm a bit confused. ട്രിപ്പ് വന്ന് വിചാരിച്ചുകൊണ്ടാണോ പുതിയ ഊര് വന്നേ? സീരിയസ്ലി ഐ എം ഗോണ ഗോ. ഒറ്റ മൈൻഡ്. ഇത് ഞാൻ ആക്ച്വലി വീഡിയോയുടെ ലാസ്റ്റിലേ ഇടുള്ളൂ. പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ ഇടുള്ളൂ. ബിഗിനിങ് വിൽ ബി ലൈക്ക് ഐ എം ഗോയിങ് സംവെയർ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻട്രോ വേറെ എടുക്കാം. ഇത് ഞാൻ പോവുകയാണെങ്കിൽ ആ പോകുന്ന ജേണി ഫുള്ള് കഴിഞ്ഞിട്ട് എൻഡിലിടുന്ന കാര്യമായിരിക്കും ഇത്. ബിക്കോസ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും തവണ വേണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ദർ ഈസ് നോ നീഡ് ഓഫ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യണ്ടേ. ജസ്റ്റ് ഒരു കാര്യം ഡിസൈഡ് ചെയ്യുക, അങ്ങ് പോവുക. ദാറ്റ് വാസ് മീ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. എൻ്റെ വാപ്പിയെടുത്തും ഉമ്മിയെടുത്തൊക്കെ ഞാൻ എപ്പോഴും പറയായിരുന്നു, അവരൊക്കെ ഒരു കാര്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കും. എനിക്കങ്ങനെയല്ല. എനിക്ക് ഇന്നൊരു കാര്യം ഡിസൈഡ് ചെയ്താൽ എനിക്ക് നാളെ അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങണം. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിൽക്കും. പക്ഷെ ഇപ്പം മേ ബി ഞാൻ തള്ളവയ്പാവുന്നതാവാം, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ. ലൈക്ക് ഇപ്പം തന്നെ പോകണമെന്ന് എന്താ നിർബന്ധം? കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോകാമല്ലോ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് പോകാമല്ലോ, അങ്ങനെയൊക്കെയുള്ള ആലോചന. ആ പഴയ എനർജി പോയിട്ടൊന്നുമില്ല. ഐ ഷുഡ് ഗോ. ഞാൻ ഉറങ്ങാതെ ഞാൻ എങ്ങനെ? ദാറ്റ്സ് മൈ പ്രോബ്ലം. ആക്ച്വലി എനിക്ക് ഉറങ്ങാതെ പറ്റില്ല ഗൈസ്. ഉറക്കമാണ് എൻ്റെ മെയിൻ. ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരും. ഐ ബി ലൈക്ക് എനിക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുക മീൻസ് ഇപ്പോൾ ഒരു 8-9 o'clock വല്ലതും ആയി കാണും. എനിക്ക് 11 അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ 9-10-11 എനിക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടില്ല ഫോർ ഷുവർ. ബട്ട് ഐ ക്യാൻ എൻജോയ് ദി വൈബ്. ബസ്സിൽ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങാം. I'm gonna travel alone for the rest of my life. This should be a beginning. Why? Because I'm never gonna get married in my life. I don't want to. And I should untie the things which I really wanted to do. And yeah, I think I can do that. I can do this. ഞാൻ പോവുകയാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഞാൻ എൻഡിൽ പോസ്റ്റ് ചെയ്യും ഗൈസ്. ഇറ്റ്സ് എ 4-minute 4 point some bullshits. But still, this is my thoughts. These all are my thoughts. Even if it is a very small decision, I think like for 2 weeks. And
Oh my god. Am I gonna... I don't know. I'm not sure. I don't know. I'm not sure about anything in my life. Am I? Oh my god, why am I like this? Okay, this is the messy part of me, and sometimes I'm like this. Nobody is perfect, right? Let me be imperfect in my own YouTube channel. Who cares? Gavi vechi kaanam guys. Bye. I'm still confused because എനിക്ക് പോകാൻ വഴി അറിയില്ലടാ. I don't know the places. I don't know anything. I should figure it out. And yeah, here ends the end part. Thanks for enjoying my video. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടത് എൻ്റെ ഇത്രയും നേരത്തെ ഒരു 5-6 മിനിറ്റ്സിലെ എൻ്റെ ആലോചനയ്ക്ക് ശേഷമാണ് ഞാൻ ഇത്രയും നല്ലൊരു ജേർണി ക്രിയേറ്റ് ചെയ്തത്. Bye. See you in the next vlog. Oh my god. But unfortunately അത് മുടങ്ങി. ആ സെയിം ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ പിന്നും പോകാനായിട്ട് പ്ലാൻ ഇട്ടു ഗവിക്ക്. അപ്പോൾ എൻ്റെ ബാഗ് ഓൾറെഡി ഗവിക്ക് പോകാൻ പ്ലാൻഡാണ്. അപ്പോൾ ഇവളിങ്ങനെ നെക്സ്റ്റ് നമ്മളെവിടെ പോകും, ചായ വല്ലതും കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഗവിക്ക് പോകാം. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ശ്രീ ഒറ്റ വേണ്ട നമുക്ക് പോയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ബാ കയറ്. പിന്നെ നമ്മളവിടെ പോണോ പോണ്ടേ എന്നുള്ള ഡിസ്കഷനൊന്നുമില്ല, ബാ കയറ്. അങ്ങനെ നമ്മൾ കാറിൽ കയറുന്നു. ഇവിടെ വന്ന് എൻ്റെ മറ്റേ പാക്ക് ചെയ്ത് വെച്ച മഞ്ഞ ബാഗ് എടുക്കുന്നു, 2 റെയിൻകോട്ട് എടുക്കുന്നു, നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മൾ ഗവി എത്തിയപ്പോൾ ചെക്ക് പോസ്റ്റ് വഴി കയറ്റി വിടില്ല, ബുക്ക് ചെയ്യണമായിരുന്നു. നമുക്കതറിയില്ല. ബസ്സിന് പോവാം, ബട്ട് പിന്നെ മൂഡ് പിന്നും പോയി. എൻ്റെ 2ാമത്തെ തവണയാണ് ഗവി ട്രിപ്പ് മുടങ്ങുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവിൽ പോയി. വി ഹാഡ് ആൻ അമേസിങ് ഡേ. ഞങ്ങൾ ഉറങ്ങിയില്ല അന്നത്തെ, അതായത് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ നൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് പോയി. നമ്മൾ വണ്ടി സൈഡിലിട്ട്, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലിട്ടിട്ട് ഞങ്ങളൊരു 1 hour മാക്സിമം ഉറങ്ങി കാണാം അന്നത്തെ ദിവസം. എന്നിട്ട് ബാക്കി ഫുള്ള് നമ്മൾ ഡ്രൈവ് ചെയ്ത് കയറി. വെളുപ്പിന് അവിടെ എത്തി, ഗവി എത്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഗവി കയറാൻ പറ്റില്ല, നമ്മൾ വിട്ടുകൊടുത്തില്ല. അന്ന് തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ടൈഗർ റിസർവിൽ പോയി. ഇറ്റ് വാസ് ഓസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ജേർണി. നല്ലൊരു എന്താ പറയുക, വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രക്കിങ്ങിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് വാസ് ഓസം. എനിക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്താൽ പോയി ഭയങ്കരമായിട്ട്. ലൈക്ക് എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളാണ് അഹല്യ. അപ്പോൾ അവളുടെ ലൈക്ക് അവർ ഒക്ടോബറിൽ കല്യാണം കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം അത്രയും ക്ലോസ് ആണ് എനിക്ക് അവർ രണ്ടുപേരും. അപ്പോൾ അവരുടെ കൂടെ ആ ഒരു കൈൻഡ് ഓഫ് പ്രീ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു അത്. നമുക്ക് റീലെടുക്കാം, പോവാം. 10 മണിയുടെ ബസ്സിന് പോയിട്ട് വരായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒറ്റ മൈൻഡ്. പിന്നെ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ബസ്സിന് അതും ശരിയാണ്. ആരാ ഇവിടെ? ഇത് എന്താണ്? ഇവര് ലോക്കലാന്ന് തോന്നുന്നു. അതാ അത്രയും കോൺഫിഡൻസ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണ്. നല്ല ശാന്തമായ സ്ഥലം. ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ 2ാമത്തെ തവണയാണ് ഗൈസ് ഗവിക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. നിർത്തി. ഈ ഡ്രസ്സിന്റെ പ്രശ്നമാണ്. ഇതോടെ ഗവിക്കുള്ള ഈ ഡ്രസ്സിന്റെ പാക്കേജ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡ്രസ്സ് എടുക്കാം. നമ്മളവിടെ ചെക്ക് പോസ്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ കാണാൻ പറ്റും ആ വ്യൂ ഒക്കെ സ്റ്റാർട്ടിങ്ങിൻ്റെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ടൈം ആയിട്ടില്ല അല്ലേ?
നമുക്ക് നെക്സ്റ്റ് ടൈം ആവുമായിരിക്കും. നമ്മളിപ്പോ പെരിയാറാണോ പോണേ? എടി പെരിയാർ ടൈഗർ റിസർവ്. യാ, ഇത് കഞ്ചാവിന്റെ അല്ലയാണോ? ആണ് ആണ്. എനിക്കെങ്ങനെ അറിയല്ലേ? ഇതെന്റെ ആ സൈഡില് അല്ലേ? പെരിയാർ ടൈഗർ റിസർവ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഗവി എക്സ്പീരിയൻസ്? ഷെയർ ചെയ്യൂ. എന്റെ 50 സബ്സ്ക്രൈബേഴ്സുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യൂ. അത് അവര് ഭയങ്കര സ്നേഹത്തോടെയാ പറഞ്ഞേ. എന്നാലും കുഴപ്പമില്ല, തിരിച്ചു വെക്കോളാം. അന്ന് പക്ഷെ വേണമെങ്കിൽ ഞാൻ വണ്ടി അറേഞ്ച് ചെയ്താൽ പക്ഷെ 10 മണി വരെ ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എവിടെ എത്തി? പെരിയാർ ടൈഗർ റിസർവ്. വ്ളോഗർ, അവിടെ വേറൊരു വ്ളോഗർ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. വേറെ കളറല്ലേ? എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വരുമല്ലോ അല്ലേ? ഇവളുണ്ട്. പിടിക്കണ 50 പേരെ കാണും. അതാരാ പറയുന്ന? ആര മീൻസ് ഒരാൾ ഞാനാ, ഒരെണ്ണം എൻ്റെ അമ്മയാ, ഒന്ന് ശ്രീയ, ഒന്ന് ജോയ. Let's go. Sri. Hello.
നിക്കാം. അയ്യോ എടുക്കും, ഫോട്ടോ എടുക്കും. കാറ്റേനി വീശിരുതി പോകുന്നത് ശകുന്തള. ആൻഡ് യാ, അങ്ങനെ നമ്മളത് അടിച്ച് പൊളിച്ച് അന്ന് നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇങ്ങോട്ട് വരുന്ന വഴി ഞാനും അവളും ഫുൾ ഉറക്കമായിരുന്നു. ശ്രീ പിന്നെ എങ്ങനെയെങ്കിലും ഓടിച്ചിങ്ങ് എത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങ് പോന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു ഈവനിങ് 4-5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് കൂളായിട്ട് എത്തി. ഫുൾ ഡേ ഉറങ്ങാണ്ട് സ്ഥലമൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചിങ്ങ് പോന്നു. എന്നിട്ട് പിറ്റേന്ന് നമുക്ക് ഓഫീസും ഉണ്ട്, അതാണ് അതിനേക്കാളും വലിയ കോമഡി. എന്നിട്ട് യാ, ഇറ്റ് വാസ് the pre-birthday celebration and yeah, ജൂലൈ തുടങ്ങുമ്പോൾ ഐ വാസ് തിങ്കിങ് എന്ത് നശിച്ച മന്താണിത്. ലൈക്ക് എനിക്ക് ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി, എനിക്ക് കൈൻഡ് ഓഫ് ഒറ്റയ്ക്കായ കണക്കൊക്കെ ഫീൽ ചെയ്തു. അന്ന് ഹോസ്പിറ്റലിലാവുമ്പോഴും ഇവളിങ്ങനെ കാർ എടുത്തു എന്ന് പറഞ്ഞ് അവർ പുതിയ കാർ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ഡിസ്ചാർജായി വീട്ടിലെത്തിയപ്പോൾ അവൾ കാർ എടുത്തിട്ട് ഫസ്റ്റ് വരുന്നത്, ആ കാറിൽ ഫസ്റ്റ് കയറുന്നത് അവർ രണ്ടുപേരും അല്ലാണ്ട് ഫസ്റ്റ് കയറുന്ന ഒരാൾ ഞാനാണ്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങ് വന്ന് എന്നെയും കൊണ്ടുപോയി കഞ്ഞിയൊക്കെ മേടിച്ച് തന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് റൂമിലാക്കി. ഞാൻ അത്രയും ഓക്കെ ആണ് എന്ന് പറഞ്ഞ് എന്നെ കെയർ ചെയ്ത്, എന്നെ ഒരു കുട്ടിയെ കണക്ക് കെയർ ചെയ്ത് എന്നെ കൊണ്ടുവന്നാക്കി. ലൈക്ക് എനിക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് തോന്നി ഇങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ലൈഫിലുള്ളതിൽ. ഇവൾ ഓഫീസിൽ വരുമ്പോൾ ഐ നെവർ തോട്ട് എനിക്ക് ഇങ്ങനെ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടുന്നെന്ന്. കാരണം എനിക്ക് എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ഞാൻ ഈവൻ ഇഫ് ഓഫീസിലുള്ള എവിടെ ആയാലും കൈൻഡ് ഓഫ് ഒരു റൂഡ് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആളാണ്. എൻ്റെ ആ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്നെ ഇങ്ങനെ അറിയാവൂ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ആവുള്ളൂ. അല്ലാതെ പുതിയതായിട്ട് ഒരു സ്ട്രേഞ്ചർ വന്നാലോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഓഫീസ് വർക്കിലാണെങ്കിൽ കൂടി ഞാനൊരു കൈൻഡ് ഓഫ് ഒരു ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്, ഞാൻ ഇങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് സംസാരിച്ച് പോകാൻ തോന്നും. ആ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഷീ ബിക്കം മൈ റൂംമേറ്റ്, ദെൻ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഷീ ഈസ് ഓൾവേസ് ഇൻ മൈ ഹാർട്ട്, എപ്പോഴും അതുണ്ടാവും. ആൻഡ് ഫോർ ലൈഫ് കിട്ടി ഒരു ഫ്രണ്ടിനെ എൻ്റെ കമ്പനിയിൽ നിന്ന്. ഇപ്പോൾ അവൾ അവിടെ അല്ല വർക്ക് ചെയ്യുന്നത്, വേറെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഇവിടുന്ന് പോയി, അവളിപ്പോൾ കാക്കനാടാണുള്ളത്. അപ്പോൾ ബട്ട് സ്റ്റിൽ വി കീപ് ദാറ്റ് കോണ്ടാക്റ്റ്. ഇനി നെക്സ്റ്റ് ഇതിവിടെ കഴിഞ്ഞു, ഈ ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. ദെൻ ഇത് ആക്ച്വലി 10 days മുമ്പേ ആയതുകൊണ്ട് തന്നെ ഐ ഹാഡ് ഇനഫ് ടൈം ടു പ്ലാൻ മൈ ബർത്ത്ഡേ. സോളോ ട്രിപ്പ് തന്നെ പോവാം, എയ്തർ ഹംപി അല്ലെങ്കിൽ പോണ്ടി, അത് ഫിക്സാണ്. അപ്പം ഞാൻ എല്ലാ ഐറ്റിനറിയൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഐ വാസ് ലൈക്ക് എവിടെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പക്ക പ്ലാൻ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. നോ, ഐ ഹാവ് എ വെരി വെരി ലിമിറ്റഡ് ഫ്രണ്ട് സർക്കിൾ. ഐ മീൻ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ചെറുതാണ്, ബട്ട് ഉള്ളത് മതി. ഞാൻ എന്നിട്ട് പറഞ്ഞു, എന്നെ ആരും നോക്കണ്ട, ഞാൻ സോളോ ട്രിപ്പ് പോവാണ്, ഒരു സെലിബ്രേഷൻ ഇല്ലാത്തവണ. 27 വയസ്സായി, ആൻറ്റിയായി ഞാൻ. അപ്പോൾ ഞാൻ പോവാണ് ഗൈസ്, എനിക്ക് സങ്കടമാവുന്നു, സെലിബ്രേഷനൊന്നും ഇല്ല. ചാറ്റി പറഞ്ഞ് മിണ്ടാതെ പോകാനിരുന്ന എന്നെയും കൊണ്ട് ട്രിപ്പ് പോയി, ബർത്ത്ഡേയുടെ തലേ ദിവസം. ഓക്കെ അതിൽ ഇവളില്ല കേട്ടോ, അഹല്യയ്ക്ക് അന്ന് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അവൾക്ക് നൈറ്റാണ് വർക്ക്, നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ അവൾക്കത് പോസിബിൾ അല്ലായിരുന്നു. ഗ്രീഷിനും എത്താൻ പറ്റിയില്ല.
സിൻ്റപ്പന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് അവരെ വിളിക്കുക, നിങ്ങളും കൂടെ വരുമോ ഗൈസ്. അപ്പോൾ അവൾക്കും പറ്റിയില്ല. ബട്ട് അവൾ എന്നെ മുമ്പേ തന്നെ വിളിച്ച് വിഷയമൊക്കെ ചെയ്തു. ബട്ട് ഇവർ പ്ലാൻ ചെയ്തത് ഒന്നും എനിക്ക് അറിയില്ല. എനിക്കിങ്ങനെ എവിടെ പോകുന്നതെന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ കൂടെ പോവുകയാണ്. ആൻഡ് ദാറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. ഞാനിപ്പോൾ ഈ ഫണ്ണി ആയിട്ട് പറയുന്നെങ്കിൽ കൂടി ഇറ്റ്സ് ഓൾ അബൌട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ എഫേർട്ടില്ലേ, നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നത് അവർ നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഐ വാസ് തിങ്കിങ്, ഞാൻ അവരുടെയൊക്കെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് 2 days ലീവും എടുത്ത് എൻ്റെ കൂടെ ഉരുകേണ്ട വന്നത്. ആൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് different feeling, yeah, and it was awesome. And അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ, അതിൽ എനിക്ക് വ്ളോഗിങ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷേ എനിക്കത് ഒന്നും അങ്ങനെ റെക്കോർഡ് ചെയ്യാനുള്ളൊരു മൈൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐ വാസ് എൻജോയിങ് മൈ ഡേ. ഇറ്റ്സ് 11:32. എനിക്ക് പോകാൻ സമയമായി ഗൈസ്. ഇനി ഷൂട്ടിൻ്റെ വീഡിയോ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇറ്റ്സ് ഫോർ മൈ ഫ്യൂച്ചർ, ഇറ്റ്സ് ഫോർ മൈ ഫ്യൂച്ചർ സെൽഫ്. ഇതൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് നടന്നതാണെന്ന് വിചാരിച്ചോട്ടെ. ബിക്കോസ് ഐ വാസ് ഇൻ ദിസ് ഓസം വെൻ ഐ വാസ് എ കിഡ്. ഞാൻ ഭയങ്കര ഒരു ബോറിങ് ചൈൽഡായിരുന്നു, ഒരു ചൈൽഡ്ഹുഡായിരുന്നു എൻ്റെ. എനിക്കധികം ഫ്രണ്ട്സ് ഇല്ല, എനിക്കിങ്ങനെ എൻ്റെ ഓൺ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്ത് തന്നാൽ ചെയ്യില്ലെങ്കിൽ എൻ്റെ ലൈഫ്. പിന്നെ ഐ വാസ് നോട്ട് ആൻ എക്സ്ട്രാordinary സ്റ്റുഡൻറ്റ്. ഐ വാസ് ആൻ ആവറേജ്, ഒരു ജയിക്കും അത്രേ ഉള്ളൂ, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇതായിരുന്നു. അപ്പം എനിക്ക് ഓർക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു എലമെൻറ്റ്സ് ഉള്ളൊരു ചൈൽഡ്ഹുഡോ അല്ലെങ്കിൽ ഒരു ടീനേജൊന്നും എനിക്കില്ല. ബട്ട് നൗ ഐ എം ആൻ ആൻറ്റി, ബട്ട് സ്റ്റിൽ ഐ ലവ് being this way. Now I'm just enjoying my life. I'm planning my own things. I'm doing whatever I wanted to, and I'm feeling that energy. And yeah, ഇന്നത്തെ ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ വരുന്നുണ്ടാവും സൂൺ. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഈ വീഡിയോ എന്തോ ഇടാനാന്ന്.